രണ്ടിലൊക്കെ അങ്ങനെ ഒത്തിരി സിസ്റ്റം ഉള്ളതാണ് എനിക്ക്. ഞാനെല്ലാം ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇത് കട്ടറാണ്. ഇത് ഓണാക്കിയിട്ടേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടാവുന്നതിൻ്റെ സിസ്റ്റമാണ് ഇത്. ഇതാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ലീവ് തിരികട്ടെ. ഇത് തയ്ച്ചിട്ട് വരാം. ഇപ്പം കറക്റ്റ് 10:45 ഇപ്പം 10:30 യഥാർത്ഥത്തിൽ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കാറ്. രാത്രിയിൽ 1 മണി വരെ നീളുന്ന വർക്ക് ആണ് എനിക്ക് ഏറ്റവും പ്രാധാന്യം. ആരുടെ ഒരു ശല്യമില്ല. വീട്ടിലെ ജോലികളെല്ലാം തീർന്നു. പാവം ഏട്ടനെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. വർക്കുകളെല്ലാം നല്ല കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പം സമാധാനപരമായിട്ട് ഏറ്റവും കൂടുതൽ തയ്ക്കാൻ പറ്റുന്ന സമയം നമുക്ക് രാത്രിയിലാണ്. ഒരു 10-17 വർഷം തൊട്ട് ഈ ഇങ്ങനെയുള്ള ജോലികൾ കണ്ടിന്യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ആ സമയത്ത് ഉറക്കം വരാറുള്ളത്. അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ ഒരു വഴിക്ക് പോകും. അപ്പോൾ ഒരു 5-6 ചുരിദാർ ഒന്നിച്ചിട്ട് വെട്ടും. അപ്പുറത്തെ ഡെസ്കിലും വെട്ടും, ഇവിടെയും വെട്ടാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചുരിദാറുകളെല്ലാം ഇങ്ങനെ എടുത്തിടുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കുമായിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇത് കറക്റ്റാണോ എന്ന് നോക്കും. 2-3 വട്ടം നോക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഇട്ടു, ബാക്കി പീസ് ഇട്ടു. 5 മിനിറ്റ് മതി കേട്ടോ ഒരു ചുരിദാറിൻ്റെ വെട്ടിയെടുക്കാൻ. ചുരിദാർ പീസ് ഫുള്ള് വെട്ടിയെടുക്കാൻ. ഇത് ബോട്ടിനൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സമയങ്ങൾ പോകുന്നതൊന്നും അറിയത്തില്ല. ഞാൻ ഓരോ ചുരിദാറും തയ്ച്ച് കഴിഞ്ഞിട്ട് സമയം നോക്കും. തയ്ക്കുന്നതിന് മുന്നേ നോക്കും. അടുത്തത് 2ാമത്തെ ചുരിദാറാണ് നമ്മൾ വെട്ടുന്നത്. ഇതിലെ ഫുൾ ലെങ്താണ് ഇടുന്നത്. ഫുൾ സ്ലീവാണ് നമ്മൾ വെട്ടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക്, ഇതിൻ്റെ ഫ്രണ്ട് ഈ ഭാഗമാണ്. ഇവിടെ ഓപ്പണാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഫോൾഡ് ആയതുകൊണ്ട് ഇവിടെ ആദ്യമേ വെട്ടിയെടുത്തിട്ട് വേണം 2ആയിട്ട് ഇടാൻ. 2 ചുരിദാറേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം വരുന്നത് 2ആയിട്ട്, നേരെ 2ആയിട്ട് മടക്കിയിട്ട് വേണം. ഇങ്ങനെ മടക്കിയിട്ട് വേണം കറക്റ്റായിട്ട് നമ്മൾ ഇടുക. ഇത് നേരെ പകുതി പോർഷൻ തന്നെ നമ്മൾ ഇടണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കുറച്ച് തെന്നുന്ന തുണിയാണ്. ഈ ഭാഗം കറക്റ്റാണോ എന്ന് നോക്കണം. ഫുൾ ലെങ്തിലാണ് ഇടുന്നത്. വെട്ടാൻ എളുപ്പമാണ്. ഇത് ഇടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് കൊണ്ടുപോയി ഇടുമ്പോൾ 6 ചുരിദാറൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വലിയ ഡെസ്കിൽ ഇട്ട് വെട്ടാറുള്ളൂ. ഇതിൻ്റെ ഈ പോർഷനാണ് സ്ലീവ് എടുക്കുന്നത്. 34 ഇഞ്ച് വണ്ണത്തിൻ്റെ ആളാണ്. അപ്പോൾ ഈ ഭാഗം കറക്റ്റായിട്ട് വെട്ടിപ്പോവുക. ഇവിടെ 6 ഇഞ്ച് എടുക്കുക, അളവുകൾ എടുക്കുക. സാധാരണഗതിയിൽ എനിക്ക് ടേപ്പ് തൊടുന്നതൊന്നും ഇഷ്ടമല്ല. ഫിഗർ കണ്ടിട്ട് ആരുടെ അളവെടുക്കാതെയാണ് തയ്ക്കുന്നത്. ഇത് ഞാൻ ടേപ്പും കത്രികയും മാത്രമേ തൊടാറുള്ളൂ. വെറുതെ ഇങ്ങനെ വരച്ചു പോവും. അത് കറക്റ്റായിരിക്കും. എൻ്റെ കസ്റ്റമർക്കെല്ലാം അറിയാം. അത് ഞാൻ ചുരിദാർ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ 6 ഇഞ്ചാണെന്നും ഇങ്ങനെ കൈക്കുഴിയുടെ ഷേപ്പും പിന്നെ ഇതെല്ലാം ഷേപ്പുകളെല്ലാം എനിക്ക് ബൈ ഹാർട്ടാണ്. ഇത്രയും വർഷമായില്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്. 17 വയസ്സ് തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇരിക്കും. ഇതുവരെയും പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല.
ഇതിപ്പോൾ 2 ചുരിദാർ ആയതുകൊണ്ടാണ് ഞാൻ വെട്ടുന്നത്. അല്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പം വലിയ മെഷീനിൽ മോട്ടർ വെച്ചാണ് വെട്ടാറ്. 6-7 ചുരിദാറൊക്കെ മോട്ടർ വെച്ചാണ് വെട്ടാറ്. ഷേപ്പിൻ്റെ ഭാഗം, നമ്മുടെ ഫിഗർ വരുന്ന ഈ ഷേപ്പിൻ്റെ ഭാഗമാണ് വെട്ടുന്നത്. ഇതിങ്ങനെ അടയാളം ചെയ്യും. അതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്നിച്ചാണ്, കണ്ടില്ല, ഈ 2 എണ്ണമാണ് ഒന്നിച്ചാണ് വെക്കുന്നത്. ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മടക്കി വയ്ക്കും. എന്താ ഈ ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്നത്. ഇത് ഫുൾ സ്ലീവാണ്, 3/4 ആണ്. ഫുൾ സ്ലീവ് അല്ല, 3/4. നേരെ 2ആയിട്ട് ഇങ്ങനെ മടക്കി 4 മടക്ക് മടക്കി 2 സ്ലീവിന് ഇങ്ങനെ വെച്ചു. ബാക്കിൽ ഈ പീസും കൂടെ എടുക്കും, 2 കളറും എടുക്കും, ഒരുപോലെ ഇടും, ഒന്നിച്ചിടും. എല്ലാം ഞാൻ അങ്ങനെ ഒന്നിച്ചാണ്, 10 ആയാലും 20 ആയാലും ഒന്നിച്ചിട്ടേ വെട്ടാറുള്ളൂ. അതാണ് എളുപ്പവും. ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നും തൊടാറില്ല എന്ന്. തേപ്പെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല, ദേഹത്തിരുന്നതും ഇഷ്ടമല്ല. പിന്നെ കറക്റ്റ് ആയിരിക്കും, ഒരാളുടെ അളവെടുക്കാതെ തന്നെ ഞാൻ തയ്ക്കാറുണ്ട്. അത് എൻ്റെ കസ്റ്റമർക്കെല്ലാം അറിയാം. ആരുടെയും എനിക്ക് അളവ് ചോദിക്കാറേ ഉള്ളൂ, ബ്രാൻഡ് അളവ് ചോദിക്കാറേ ഉള്ളൂ, ബാക്കിയൊന്നും എടുക്കാറില്ല. ബാലൻസ് പീസ് ഇത് ലൈനിങ് ആണ്. ലൈനിങ് സാധാരണ ഇതിൽ ഇങ്ങനെ 2 ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇട്ടങ്ങ് വെട്ടാറാണ് പതിവ്. ഏറ്റവും കൂടുതൽ പണി നടക്കുന്നത് രാത്രിയിലാണ്. അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് 2 സ്ലീവിൻ്റെ ഭാഗമാണ് ഇതുണ്ട്. നമ്മൾ വെട്ടിയെടുത്ത ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ലൈനിങ് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സമയം ഇങ്ങനെ ഇട്ടിട്ട് രാവിലെ അത് വരും, രാവിലെ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ രാവിലെയോളമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു പീസ് ഇതിങ്ങനെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കും. ഇത് ലൈനിങ്ങോട് കൂടി അങ്ങ് മാറ്റി വയ്ക്കും. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ കറക്റ്റ് പോയിന്റിലല്ല ഞാൻ ഷേപ്പാക്കുമ്പോഴാണ്, ഞാനത് നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് തയ്ച്ചിട്ട് വരാം. തയ്ക്കാൻ എനിക്കൊരു 15 മിനിറ്റ് മതി. പിന്നെ നെക്കിനൊക്കെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വർക്ക് വരത്തുള്ളൂ, സമയം എടുക്കത്തുള്ളൂ. ഇത് ഇതിരിക്കട്ടെ, ഒരു കൈയും ഇതിൻ്റെ സ്ലീവ് ഇതിരിക്കട്ടെ. ഇത് തയ്ച്ചിട്ട് വരാം. ഇതാണ് നൂല് വെട്ടി. ഓണം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. സാധാരണ ഇതിലിങ്ങനെയല്ല കിടക്കാറ്. ഇത് കറക്റ്റായിട്ട് ആരതി അടുക്കി വെക്കുന്നതാണ്. ആരതിക്കും സമയം കിട്ടിയില്ല. അപ്പം സമയം കിട്ടുമ്പോഴെല്ലാം അവൾ അടുക്കി വയ്ക്കും. അപ്പോൾ ഇതാണ് എൻ്റെ നൂല് വെട്ടി. അപ്പം ഞാൻ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും. ക്യാൻവാസ് ആയാലും എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും അത്യാവശ്യം അടുത്ത് തന്നെയാണ്. ഇതാണ് എൻ്റെ മെഷീൻ. ഇത് നമ്മൾ നൂല്, ഇതിന് കറക്റ്റ് നൂല് ഇതിനകത്ത് ചേരുന്നത് നോക്കിയെടുക്കുന്നു. കറക്റ്റ് നൂല് കിട്ടി. നൂലിട്ട് നമുക്ക് തയ്ക്കാനിരിക്കാം. നല്ല മെഷീൻ ആയതുകൊണ്ടും ഹൈ സ്പീഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ഒരു 3333 സ്പീഡ് ഇട്ടേക്കുന്നത്. അതൊരു ലക്കി നമ്പറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിത് ഈ വഴിയാണ് നൂല് ചുറ്റേണ്ടത്. പണ്ട് പോലെ ചില നേരെ വഴി പോകത്തില്ലല്ലോ ആരും. അത് ഞാനും ഇത് തന്നെ കുറുക്ക് വഴിയെ പെട്ടെന്ന് ചുറ്റുവാണ്. ഇത് ഈ നൂലിട്ട് വരുമ്പോഴത്തേനും താമസമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ കൈ പിടിച്ചൊക്കെ ചുറ്റും. കുഴപ്പമില്ല, നല്ല സ്പീഡുണ്ട്. പിന്നെ ചില ബോബിനിൽ കുറേയേറെ ഇങ്ങനെ
5-6 ബോംബിൽ ഒന്നിച്ച് ചുറ്റി വയ്ക്കും. അപ്പോൾ ഒരു ചുരിദാർ വയ്ക്കാൻ എളുപ്പം. 2-3 ബോംബിനകത്ത് ചുറ്റി വയ്ക്കും. നമുക്കിപ്പം 11 അത് തയ്ച്ച് 2 തയ്ച്ചിട്ടുമ്പോഴത്തേനും 12 മണി കഴിയും. നമുക്ക് തയ്ച്ചിട്ട് നാളെ ഇടുന്ന വിശേഷത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ 3333. ഒത്തിരി സിസ്റ്റം ഉള്ളതാണ് ഈ മെഷീനിൽ. അതുകൊണ്ടല്ലേ പല പല ലൈറ്റൊക്കെ ഒരുപാട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ മിന്നുന്നത് കേട്ടോ. ഈ സിസ്റ്റം ഒരുപാട് ത്രെഡ് കട്ട് ചെയ്യുന്നതുണ്ട്. ഈ മെഷീനിൽ ഇവിടെ ത്രെഡ് കട്ട് ചെയ്യും. ഇതാണ് എൻ്റെ സെൻസർ. അപ്പം ഇത് ജുക്കിയാണ്. പിന്നെ ഈ മെഷീൻ കിട്ടിയോടെയാണ് എനിക്ക് സ്പീഡ് കൂടിയത് നല്ല രീതിക്ക്. പിന്നെ ഇത് താഴോട്ടും മേളോട്ടും നമുക്ക് എടുത്ത് ലോക്കിടാം. 3 ലോക്കുണ്ട്, 2 ലോക്ക്, അങ്ങനെ ഒത്തിരി സിസ്റ്റം ഉള്ളതാണ്. ഞാനെല്ലാം ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇത് കട്ടറാണ്. ഇത് ഓണാക്കിയിട്ടേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടാവുന്നതിൻ്റെ സിസ്റ്റമാണ് ഇത്. ഇതാണ് കട്ട് ചെയ്യുന്നത്. അത് പ്രത്യേക ഒരു മെഷീനാണ്, നല്ല മെഷീനാണ്. നമുക്കതുകൊണ്ട് ഹൈ സ്പീഡുണ്ട്, നല്ല രീതിക്ക് തയ്ച്ചെടുക്കാം. ഞാൻ ഇതിനെ പറ്റിയുള്ള നല്ലൊരു വീഡിയോ, ഈ ജുക്കിയെ പറ്റിയുള്ള ഈ മെഷീൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിലിടാം. ഓക്കെ, 1 മണി വരെ നീളുന്ന ജോലി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ സമയം 1 മണിയായി. ആണ് ചുരിദാറുകളെല്ലാം തയ്ച്ച് തീർത്തു. ഉറക്കം വളച്ചിരിക്കുന്ന ഒരാളുണ്ട്. അപ്പം അടച്ചോ ഏട്ടാ. ഞങ്ങൾ കടവിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പന്തുകളൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ലൈറ്റെല്ലാം ഓഫ് ചെയ്യട്ടെ. മുമ്പേ ഒന്ന് നിർത്തിയതായിരുന്നല്ലോ. കടയുടെ അക്കല് ഇരിക്കുന്നു. ആ ലൈറ്റ് ഓഫാക്കിയില്ല. ഈ സമയത്താണ് കയറി പോകാറ്.